ഹലോ എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നാണ്. Past perfect continuous tense is used for an action that began before a certain point in the past and continued up to that time. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ടായി അത് പാസ്റ്റിൽ തന്നെ അതിനുശേഷം പാസ്റ്റിൽ ഒരു സമയത്തത് തീർന്ന പ്രവൃത്തിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഡ്യൂറേഷൻ കാണിക്കുന്നതിനാണ് പാസ്റ്റിൻ്റെ എപ്പോൾ സ്റ്റാർട്ടായി എന്നോ പാസ്റ്റിൻ്റെ പാസ്റ്റിൽ എപ്പോൾ സ്റ്റാർട്ടായി എന്നോ അല്ലെങ്കിൽ പാസ്റ്റിൻ്റെ പാസ്റ്റിൽ സ്റ്റാർട്ടായിട്ട് അതിനുശേഷമുള്ള പാസ്റ്റിൽ എപ്പോൾ എത്ര സമയത്തേക്ക് നമ്മൾ ആ പ്രവൃത്തി ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ ആ ക്ലൂ ഉണ്ട്. പാസ്റ്റിൽ നടന്നിട്ടുണ്ട്, അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെപ്പറ്റി മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസ് സബ്ജക്റ്റിൻ്റെ കൂടെ ഐ, ഹി, ഷീ, ഇറ്റ്, യു, ദേ, വി ഈ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്തിട്ട് വെർബ് പ്ലസ് ing അത്രയേ ഉള്ളൂ. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെൻസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. I had been waiting for the bus for 2 hours before it arrived. ഇവിടെ ഞാൻ സിൻസും ഫോറും ഉപയോഗിക്കും. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് സിൻസും ഫോറിൻ്റെയും യൂസ്. അത് തന്നെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സിൻസും ഫോറും യൂസ് ചെയ്യും. അതായത് നമ്മൾ ഡ്യൂറേഷൻ വ്യക്തമാക്കുക അല്ലെങ്കിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന് നമ്മൾ സിൻസും ഉപയോഗിക്കും. അതിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര ടൈം ഞങ്ങളത് ചെയ്തു, ആ പ്രവൃത്തി ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഫോറും നമ്മൾ യൂസ് ചെയ്യും. She had been working since morning before she had her breakfast. He had been living in Delhi for 5 years before he moved to Bangalore. അപ്പോൾ ഇവിടെ സിൻസും ഫോറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. For 2 hours since morning. ഇവിടെ എത്ര ടൈമാണെന്ന് കാണിച്ചിട്ടില്ല സിൻസ് ചേർക്കുമ്പോൾ. അത് എപ്പോൾ സ്റ്റാർട്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നത്. For 5 years. അപ്പോൾ എത്ര ഡ്യൂറേഷൻ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ്. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാഡ്, ദെൻ ഹാഡ് ബീൻ്റെ ഇടയ്ക്ക് നമ്മൾ നോട്ട് കൂടെ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം വെർബ് പ്ലസ് ing. അപ്പം സബ്ജക്റ്റ് ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ്. ഇവിടെ സബ്ജക്റ്റ് ഐ, ഹി, ഷീ, ഇറ്റ്, യു, ദേ, വി. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് അത് സന്ദർഭം അനുസരിച്ച് നമ്മളെടുത്തു. എന്നിട്ട് ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ് ഓർ ഹാഡ് നോട്ട് ബീൻ റീഡിങ്, അങ്ങനെ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാഡ് നോട്ട് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ 2 hours ബിഫോർ ഇറ്റ് അറൈവ്ഡ്. ജസ്റ്റ് ഞാൻ നോട്ട് അവിടെ ആഡ് ചെയ്തു ഹാഡിന് ശേഷം. ഷീ ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ് ബിഫോർ ഷീ ഹാഡ് ഹർ ബ്രേക്ക്ഫാസ്റ്റ്. ഹി ഹാഡ് നോട്ട് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി ഫോർ 5 years ബിഫോർ ഹി മൂവ് ടു ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഹെൽപ്പിംഗ് വെർബായ ഹാഡിന് ശേഷം നോട്ട് ആഡ് ചെയ്തിട്ടാണ് നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, അതായത് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എങ്ങനെയാണ് വരാം. ഇതിനകത്ത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ എസ് ഓർ നോ ആൻസർ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഹെൽപ്പിംഗ് വെർബായ ഹാഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ സബ്ജക്റ്റ്, അതിന് ശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബീൻ, ദെൻ വെർബ് പ്ലസ് ing. Had I been waiting for the bus for 2 hours before it arrived? അപ്പം ഹാഡിൽ സ്റ്റാർട്ട് ചെയ്തു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ പോസിറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഹാഡിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു, പിന്നെ നമ്മൾ സബ്ജക്റ്റ്, ദെൻ ബീൻ,
വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. Had she not been working since morning before she had her breakfast? ഇവിടെ ഹാഡ് എന്നുള്ളത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഷീ ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാവ് എന്നുള്ളത് ഈറ്റ് എയ്റ്റ്, അപ്പം ഈറ്റിന് നമ്മൾ ഹാവ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡ്, സിമ്പിൾ പാസ്റ്റ് ആയ പാസ്റ്റ് ടെൻസ്, അതാണ് ഞാനിവിടെ ഹാഡ് യൂസ് ചെയ്തിരിക്കുന്നത്. Had he been living in Delhi for 5 years before he moved to Bangalore? നമുക്ക് WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്. അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. WH ക്വസ്റ്റ്യൻസിൽ വരുന്ന വേർഡ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. അത് സന്ദർഭത്തിനനുസരിച്ച് ഏതാണ് വരുന്നത് അത് ആഡ് ചെയ്യണം ആദ്യം. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഹാഡ് ആഡ് ചെയ്തിട്ട് പിന്നെ അത് സെയിം ഫോമിൽ തന്നെ കൊണ്ടുവരും. സബ്ജക്റ്റ്, ദെൻ ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പം എളുപ്പമാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് WH ക്വസ്റ്റ്യൻസിന് ഏതാണോ ആ സന്ദർഭത്തിനനുസരിച്ച് വരുന്നത് അത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. Why had you been waiting for the bus for 2 hours before it arrived? Whom had she been talking for 2 hours before she had her breakfast? Since when he had been living in Delhi before he moved to Bangalore? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇനി അപ്പം നമുക്കിവിടെ ഒരു സംഭാഷണം നോക്കാം എങ്ങനെയാണെന്ന്. Where had you been living before you came here in Delhi? I had been living in London. Had you been in London during the vacation? During the last vacation? No, I had been in Mumbai with my grandparents. Had you enjoyed the vacation? Yes, I had. അപ്പം ഇവിടെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസേജ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ എവ്രി വൺ.